കോടികൾ ആസ്തിയുള്ള ആഗ്നേയ ഗ്രൂപ്പിന്റെ ഫ്യൂച്ചർ സിഇഒ ആകാനുള്ള പെണ്ണിന്റെ കല്യാണം മുടക്കുമെന്ന് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാടാ ഉള്ളത്? കുടുംബകാര്യങ്ങളിൽ കയറി ഇടപെടാനുള്ള സ്വാതന്ത്ര്യമൊക്കെ വീട്ടുപണിക്കാർക്ക് ഇനി ഈ വീട്ടിലുണ്ടാവില്ല. അത് നീ ഓർത്തു വെച്ചോ. അത് നീ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ കവിതേ. ഇനി മംഗലശ്ശേരിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാ. ദിനേശ, നിന്റെ ഈ വൃത്തികെട്ട കളി ഇവിടെ നിർത്തി അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. അല്ലെങ്കിലേ നിന്റെ മാത്രമല്ല, ഇവളുടെ കാര്യത്തിലും എനിക്ക് മറിച്ചൊന്ന് ചിന്തിക്കേണ്ടി വരും. നിനക്ക് എന്തിന്റെ കേടാ കാവേരി? അച്ഛനും ശ്രീദേവിയും കൂടെ ചേർന്നെടുത്ത തീരുമാനം സഞ്ജുവിന്റെയും സഞ്ജനയുടെയും വിവാഹം. ഈ നിമിഷം വരെ സഞ്ജനയെ വിവാഹം ചെയ്യാൻ തയ്യാറല്ലെന്ന് സഞ്ജു പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ഈ കല്യാണം നടന്നാൽ അതിന്റെ ഗുണം നിനക്കും ഉണ്ടാവും. അത് നിന്റെ ഈ കഴിവുകെട്ട ഭർത്താവിനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക. ഇപ്പൊ കഴിയുന്ന പോലെ നാളെയും ജീവിക്കണമെങ്കിൽ മനസ്സ് തുറന്നൊന്ന് ചിന്തിക്ക. അഹങ്കാരത്തിനുള്ള തിരിച്ചടി ദൈവമായിട്ട് തന്നെ തിരിച്ചു കൊടുത്തോളൂ. നീ വിഷമിക്കണ്ട രാജു. കവിതയ്ക്ക് ഭ്രാന്തം. നിന്നൊരു വീട്ടുപണിക്കാരനായി ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. നീ ഈ വീട്ടിലെ ഒരു അംഗം തന്നെയാ. കവിത പിച്ച് തല്ലിയതിലോ വഴക്ക് പറഞ്ഞതിലോ എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാൻ എന്റെ സ്ഥാനം ഓർക്കണമായിരുന്നു. അവന്റെ മനസ്സ് നൊന്തു. അവന്റെ മാത്രമാണോ? ഈ വീട്ടിലെ ഒരു മകളായിട്ട് പോലും കവിത നിനക്ക് തന്നവരാ കണ്ടില്ലേ? നിനക്ക് നൊന്തില്ലേ? അധിക നാൾ കവിത ആളിക്കത്തില്ല. അണയാൻ പോകുന്ന വിളക്ക് അവസാനം ഒന്ന് ആളിക്കിട്ടടങ്ങും. എന്താ നാത്തൂനെ വിളിച്ച് വിവരം പറയാനുള്ള തിടുക്കത്തിലാണ്? നടക്കട്ടെ, നീ വിളിക്ക്. ശ്രീകുട്ടി എവിടെയാ ഉള്ളതെന്ന് വെച്ചാൽ കണ്ടുപിടിക്ക്. അതിന് എനിക്കെന്തിനും ഒളിവും മറയും വേണം. അവരെവിടെ പോയി ഒളിച്ചാലും ഞങ്ങൾ കണ്ടുപിടിക്കാൻ തന്നെ ചെയ്യും. അമ്മൂനെ നിനക്ക് പേടിയുണ്ടല്ലേ? അവൾ ഒരു വാക്ക് പറഞ്ഞാൽ അത് ദൈവ വാക്കാ കവിതേ. നിന്റെ ആ പൂതി നടക്കാൻ പോകുന്നില്ല. ആക്ച്വലി ആരായി അമ്മു? ദക്ഷയുടെയും എന്റെയും പ്രതിയോഗിയായി ഒരു പീറ പെണ്ണിനെ അവതരിപ്പിക്കാൻ ലജ്ജയില്ലേ നിനക്ക്? പിന്നെ എന്തിനാടി നീ അവരെ കണ്ടുപിടിക്കുന്നതുകൊണ്ട് വെല്ലുവിളി മുഴക്കിയത്? അത് സഞ്ജുവിനെ എനിക്കിപ്പോഴും വിശ്വാസമില്ലാത്തോണ്ട്. ശ്രീകുട്ടിയുടെ ഒരു നിഴല് പോലും സഞ്ജുവിൽ വന്ന് പതിയരുത്. അത് ഗൗരിക്ക് ഞാൻ കൊടുത്ത വാക്കാ. നീ എന്തൊക്കെ സന്നാഹം ഒരുക്കിയാലും ആ കല്യാണം നടക്കില്ല. ഞാൻ നടത്തിക്കില്ല. നിന്റെ മുന്നിൽ ഈ ഞാൻ നിൽക്കും. കവിതയ്ക്ക് നീയാണോ എതിരാളി? കിട്ടിയ അവസരം വെച്ച് സഞ്ജുവിന്റെ സേവ പിടിക്കാനാ ദിനേശ നീ തന്ത്രങ്ങൾ മെനയുന്നത്. അത് നിന്റെ നാശത്തിനാ. കവിത തനിച്ച ഈ കളി തുടങ്ങിയത്. എനിക്ക് ഇരുവശത്തും അച്ഛനും ശ്രീദേവിയും ഉണ്ട്. ദിനേശൻ എന്ത് ചെയ്യാൻ കഴിയും? നിന്റെ ഓരോ നീക്കങ്ങളും പൊളിച്ചടുക്കി തന്നെയായിരിക്കും ഇനി ഞാൻ മുന്നോട്ട് പോകുന്നത്. കുടുംബത്തിൽ നടക്കുന്ന ഒരു മംഗളകർമ്മം പൊളിക്കാൻ ശ്രമിക്കുന്ന നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല. നിനക്ക് നിന്റെ പഴയ ജീവിതത്തിലേക്ക് എന്നെ മടങ്ങി പോകേണ്ടി വരും. അതിനു മുമ്പ് നീ എന്താണെന്ന് ഞാൻ പുറത്തറിയിക്കും. മംഗലശ്ശേരിയെ തകർക്കാനും ബിസിനസ്സുകൾ കൈക്കലാക്കാനും നീ ഗൗതത്തെ കൂട്ടുപിടിച്ചതും അയാളുടെ ഭാര്യയായി
കുടുംബത്തെ മുഴുവൻ പറ്റിച്ച് ജീവിച്ചതും ഞാൻ പുറലോകത്തെ അറിയിക്കും. ഒരിക്കൽ വിവാഹിതയായ നീ ബന്ധുക്കളുടെ ആശീർവാദത്തോടെ വീണ്ടും വിവാഹം കഴിക്കുന്നത് എനിക്കൊന്ന് കാണൂടി. ഇത്രയും കാലം ആ രഹസ്യം മറച്ചു വെച്ചത് നിന്നെയും ഗൗതമിനെയും പേടിച്ചൊന്നുമല്ല. എല്ലാവരും കൂടി ഗൗതമിനെ ഈ വീട്ടിലേക്ക് മരുമകനായി സ്വീകരിക്കുമെന്ന് പേടിച്ചിട്ടാ. ഇനി ഞാൻ അതോർത്ത് ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. മാണിക്യമംഗലത്തെ 2 പേരല്ലേ ഈ വീട്ടിലേക്ക് ബന്ധുത്വം സ്വീകരിച്ച് കടന്നു വരാൻ പോകുന്നത്. എനിക്ക് ഈ വീട് വിട്ട് പോകേണ്ടി വന്നാലും സഞ്ജുവും ദക്ഷയുടെ മകളും തമ്മിലുള്ള കല്യാണം ഞാൻ മുടക്കുക തന്നെ ചെയ്യും. നമുക്ക് കാണാം, ഞാനാണോ നീയാണോ ഈ മംഗലശ്ശേരി വീടിന്റെ പടിയിറങ്ങി പോകാൻ പോകുന്നതെന്ന്. കവിതയ്ക്ക് ഈ വീടിന്റെ പടി ഇറങ്ങാൻ കഴിയില്ല. 27 വർഷക്കാലം ഞാൻ ജീവിച്ചതിന് ഒരർത്ഥവും ഇല്ലാതായി പോവും. അന്ന് വല്യേച്ചിക്ക് പിന്നാലെ ഞാനും ഇറങ്ങി പോകേണ്ടതായിരുന്നു. ആത്മാഭിമാനമുള്ള ഒരു പെണ്ണാണെങ്കിൽ എന്റെ ഒപ്പം ഇറങ്ങി വരാൻ വല്യേച്ചി അന്ന് എന്നോട് പറഞ്ഞതാ. സത്യത്തിൽ വല്യേച്ചിക്ക് മുൻപ് ഇറങ്ങേണ്ടത് ഞാനായിരുന്നു. എന്നിട്ട് ഞാൻ പോവാതെ ഇവിടെ നിന്നത് എന്റെ മനസ്സിലൊരു ലക്ഷ്യമുള്ളതുകൊണ്ടാ. അത് സാക്ഷാത്കരിക്കാൻ ഈ കാലം അത്രയും ഞാൻ ജീവിച്ചു. എനിക്കെങ്ങനെ പടിയിറങ്ങി പോകാൻ കഴിയും? ഞാൻ ജയിച്ച് കയറി വരുന്ന ഈ സമയത്ത് എനിക്കെതിരെ ഒരു ചെറുവിരൽ ആരുയർത്തിയാലും ആ കൈ തന്നെ ഞാൻ വെട്ടിമാറ്റിയിരിക്കും. അവസാനമായി നിന്നോട് ഞാൻ പറയാം, ദിനേശൻ ഇത് ഇവിടെ അവസാനിപ്പിച്ചു. നിനക്ക് വേണ്ടത് ഞാൻ തരും. നിന്റെ ഔദാരി എനിക്കെന്തിനു വേണം? മരിക്കാൻ കിടക്കുന്ന ഒരു അവസ്ഥ വന്നാൽ പോലും ഞാനത് പുച്ഛിച്ച് തള്ളിക്കളയും. നിനക്ക് ഞാനൊരു സമ്മാനം തരുന്നുണ്ട്. സഞ്ജുവിന്റെ കല്യാണം കഴിയും വരെയെങ്കിലും നീ ബെഡിൽ കിടക്കണം. എന്നാൽ നമുക്ക് ദേവിയെ തൊഴുതിട്ട് വരാം. ഇനിയെല്ലാം അമ്മയുടെ അനുഗ്രഹം പോലെ ഇരിക്കും. ഇവിടെ വരണമെന്ന് ഞാനും ആഗ്രഹിച്ചതാ. ഞാൻ ഇവിടെ ഇരുന്നോളാം അച്ഛാ. വീൽ ചെയറിൽ എങ്ങനെയാ അമ്പലത്തിൽ കയറുന്നേ? ചേച്ചിയെ ഞാൻ കൊണ്ടുവരാ അച്ഛാ. ദേവിയെ കണ്ട് ചേച്ചി തൊടുകയും വേണം. വേണ്ട അമ്മു, നീ എനിക്ക് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കുന്നേ? പറ്റില്ല അച്ഛാ, വീൽ ചെയർ എടുത്തേ. മോളെ, മോള് ദേവിയോട് പ്രാർത്ഥിക്കണം. എനിക്കും അങ്ങനെ തോന്നുന്നേ. വാ മോളെ. സൂക്ഷിച്ച്. ആ ഡോറങ്ങ് അടച്ചേക്ക്. അല്ല, ആരാ ഇത്? ലച്ചു അല്ലേ? സുഖല്ലേ കൃഷ്ണേട്ടാ? ആ, അങ്ങനെയൊക്കെ പോകുന്നു. ലച്ചുവിന്റെ ഭർത്താവ് വന്നില്ലേ?
അദ്ദേഹം ഒരു യാത്ര പോയിരിക്കാം. തങ്കമണി ചേച്ചിയുടെ അസുഖം എങ്ങനെയുണ്ട്? ആ അതവളെയും കൊണ്ടേ പോവും. ഇവരൊക്കെ ലച്ചുവിന്റെ ബന്ധുക്കളാണല്ലേ? അതെ. ശരി ആ മോളെ. ശരി എന്നാ. നീ നിന്റെ ഭർത്താവിന്റെ കൂടെ ഉണ്ടെന്ന് ഈ നാട്ടുകാരൊക്കെ വിശ്വസിക്കുന്നത്. അത് അങ്ങനെ ഇരുന്നോട്ടെ ചേച്ചി. നിന്റെ ഭർത്താവ് ഇവിടെ വന്നാ കള്ളി പൊളിയും. ആ നമുക്ക് നട അടയ്ക്കുന്നതിന് മുമ്പ് തൊഴുതിറങ്ങാം. വാ. ദേവി, എൻ്റെ മോളെയും കൊണ്ട് ഞാൻ അമ്മയുടെ മുന്നിൽ വന്നു. അഭിഷ്ടസിദ്ധി പൂജയിൽ എൻ്റെ ഈ മോൾക്ക് സുഖം പ്രാപിക്കുമെന്ന് അമ്മ ഉറപ്പ് തന്നത്. എൻ്റെ മോളെ കാത്തോളണേ അമ്മേ. ദേവി, എന്റെ ചേച്ചിയെ ഞാൻ കൊണ്ടുവന്നു. സ്വന്തം കാല് എന്റെ ചേച്ചി അമ്മ വീണ്ടും അമ്മയ്ക്ക് മുന്നിൽ കൊണ്ടുവരുന്ന എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അമ്മ കാണുന്നുണ്ടല്ലോ എന്റെ ചേച്ചിയുടെ ഈ അവസ്ഥ. ഞാൻ ഇന്ന് ജീവിച്ചിരിക്കാൻ കാരണം എന്റെ ചേച്ചിയാണ്. എല്ലാം അമ്മയ്ക്കറിയാം. മോളെ, ശ്രീകുട്ടിയും കൊണ്ട് ഒരു വട്ടം കൂടി പ്രദർശനം വെച്ചിട്ട് വരാം മോളെ. നമുക്ക് കുറച്ച് വഴിപാടുകളിലൂടെ നടത്തണം. ആ ഒരു മനുഷ്യന്റെ അവസാന കച്ചിത്തുരുമ്പെന്നോണം ഞാൻ വന്നു നിൽക്കുക. സ്വാതിയെ എവിടേക്കാണ് കൊണ്ടുപോയതെന്ന ഒരു സൂചനയെങ്കിലും ദേവി എനിക്ക് തരണം. പഴയ പൂജാരി മാറിയതുപോലെ തോന്നുന്നു. ഭാഗ്യം, ആരും എന്നെ തിരിച്ചറിഞ്ഞില്ല. കുറച്ച് പൂജകളുണ്ട്. എന്താ ചെയ്യേണ്ടെന്നറിയില്ല. കുറിപ്പെടുത്ത് തന്നയച്ചിട്ടുണ്ട്. അത് കൗണ്ടറിൽ കാണിച്ച് രസീതാക്കി വന്നാ മതി. ശരി. നിങ്ങൾ സിറ്റിയിൽ നിന്നാണോ? അതെ. ഇന്ന് മറ്റൊരു കൂട്ടരും വന്നിട്ടുണ്ട്. രോഗിയായ ഒരു കുട്ടിയും കൂടെയുണ്ട്. ഞാൻ രസീത് വാങ്ങി വരാം. ചില വഴിപാടുകളൊക്കെ വേണം. വലിയ തിരുമേനി വന്നില്ലേ? അച്ഛന് നല്ല സുഖമില്ല. പൂജകൾ വല്ലതുണ്ടോ? നേരം വൈകിയേ. ഒരാളെന്തോ പൂജയ്ക്ക് രസീതാക്കാൻ പോയിരിക്കുക. നടയടയ്ക്കാൻ സമയമായി, അതാ ചോദിച്ചത്. നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ അമ്മോ. നാളെ വന്ന് പൂജ ചെയ്യാം. അതുപോരെ? അത് മതി.
എന്നാ പോ. ദേവി, ഞാനൊന്നും ചോദിക്കുന്നില്ല. എന്റെ സ്വാതി എവിടെ ഉണ്ടെന്ന് മാത്രം എനിക്ക് കാണിച്ചു തന്നാൽ മതി. ദൈവമേ, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ലച്ചു, മോള് വാ, നമുക്ക് പോ. വാ മോളെ. അങ്ങനെ വീണ്ടും എന്റെ ചേച്ചി എന്റെ വീട്ടിലെത്തി. അച്ഛന് എന്റെ തറവാട് ഇഷ്ടായോ? കൊള്ളാം മോളെ, അച്ഛന് ഇഷ്ടപ്പെട്ടു. ആ പിന്നെ വീടിന്റെ കീ ആരുടെ കയ്യിലാ ഉള്ളത്? അടുത്ത വീട്ടിലൊരു ചേച്ചിയുടെ കയ്യിലാ ഉള്ളത്. ചേച്ചി ഇപ്പോ വരും. കാഞ്ചനെ, നമുക്ക് ബാഗുകളൊക്കെ എടുക്കാം. ചേച്ചിക്ക് ഇഷ്ടായോ എന്റെ വീട്? അതെന്ത് ചോദ്യം അമ്മു? നിന്റെ വീട്ടില് നിന്നോടൊപ്പം വരണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നതല്ലേ. അതിന് ഭാഗ്യം വന്നപ്പോ എനിക്ക് ഈ മണ്ണിൽ കാല് കുത്താൻ കഴിയാതെ വന്നു. ചേച്ചിയുടെ ആ ആഗ്രഹം ഞാൻ ഇപ്പൊ തന്നെ സാധിച്ചു തരില്ലേ?
ഇപ്പൊ ചേച്ചിന്റെ വീട്ടുമുറ്റത്ത് കാലുകുത്തിയില്ലേ? ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് അധികം താമസിയാതെ ചേച്ചി മുറ്റത്തൊക്കെ നടക്കും. ആ ചേച്ചി വന്നല്ലോ. ശ്യാമള ചേച്ചി. മോളെ ലച്ചു, മോളെ ഒന്ന് കണ്ടിട്ട് എത്ര നാളായി? എവിടെ എവിടെ എന്റെ ലച്ചുന്റെ ഭർത്താവ്? അദ്ദേഹം വന്നില്ല ചേച്ചി. പിന്നെ വീടൊക്കെ വൃത്തിയാക്കിട്ടോ ചേച്ചി? ചന്ദ്രൻപിള്ള സാർ വിളിച്ചു പറഞ്ഞ ഉടനെ ഞാൻ പിള്ളേരെ കൂട്ടി വന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി. ഇതാ മോളെ താക്കോല്. ആ അമ്മേ, നമുക്ക് വാതിൽ തുറക്കാം. വാ. ശരി ശരി. ആ പോവാ മോളെ.